തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്ന് ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന പ്രവർത്തക യോഗത്തിൽ വെച്ചായിരുന്നു ജോസ് കെ മാണി പരസ്യമായി ഈ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ അതേസമയം തന്നെ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിന് അധിക സീറ്റുകൾ നൽകുന്നത് സംബന്ധിച്ച് LDFിൽ ആശയക്കുഴപ്പമുണ്ട്. ഇന്നലെ ചേർന്ന ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ തീരുമാനത്തിലേക്ക് എത്താനാകാതെ LDF യോഗം പിരിയുകയും ചെയ്തിരുന്നു. അധികമായി വരുന്ന തലനാട് ഡിവിഷനാണ് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. വിഷയം പരിഗണിച്ച LDF തലനാട് നൽകാം, പകരം കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ ഒന്നിൽ പൊതു സ്വതന്ത്രനെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശമാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായത്. CPMന്റെ ഈ നിർദ്ദേശത്തെ CPI പിന്തുണയ്ക്കുക ചെയ്തതോടെ തീരുമാനം നീളുകയായിരുന്നു. നിർദ്ദേശത്തിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നും പിന്നീട് മറുപടി പറയാമെന്നും കേരള കോൺഗ്രസ് അറിയിച്ചു. തുടർ ചർച്ചകൾ വീണ്ടും നടക്കും. നേരത്തെ കേരള കോൺഗ്രസ് 10ഉം CPM 9, CPI 4 എന്നിങ്ങനെ സീറ്റുകളിൽ മത്സരിക്കാമെന്നായിരുന്നു CPM കരുതിയിരുന്നത്. എന്നാൽ തലനാട് സീറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിവിഷൻ കൂടി വേണമെന്ന CPIയുടെ ആവശ്യമാണ് കണക്കിൽ മാറ്റം വരുത്താൻ CPMനെ പ്രേരിപ്പിച്ചത് എന്നാണ് സൂചന. ഏകപക്ഷീയമായി അധിക സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നത് മുന്നണി ഒന്നാകെ കേരള കോൺഗ്രസിന് വഴങ്ങുന്നു എന്ന ധ്വനിയുമുണ്ടാക്കുമെന്നും CPM വിലയിരുത്തുന്നുണ്ട്. പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ അവിടെ കേരള കോൺഗ്രസിന്റെ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകേണ്ടിയും വരും. അതിരമ്പുഴ പോലെയുള്ള ഒരു ഡിവിഷൻ പൊതു സ്വതന്ത്രനായി മാറ്റിവെക്കാനാണ് CPMന്റെ ആലോചന. അതേസമയം സീറ്റുകൾ വെച്ച് മാറേണ്ടതില്ല എന്നതിലേക്കും മുന്നണി എത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകളിൽ അതേ പാർട്ടികൾ മത്സരിക്കും. അയർക്കുന്നം വിട്ടുകൊടുത്തുകൊണ്ട് വാകത്താനമോ കങ്ങഴയോ ലഭിക്കണമെന്ന ആഗ്രഹം കേരള കോൺഗ്രസും പങ്കുവച്ചിരുന്നു. വാകത്താനം വിട്ടുകൊടുക്കാനായി CPIക്കും എതിർപ്പില്ലായിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ CPI നിർദ്ദേശങ്ങൾക്ക് വില നൽകിയില്ലെങ്കിൽ താഴെത്തട്ടിൽ CPI കൂടുതൽ വിലപേശൽ നടത്തുമെന്ന ആശങ്കയും CPMൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്.